മക്കളെയൊക്കെ സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. എടാ ആനുവൽ എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് ഡയറി എന്ന് പറയുന്നത് അല്ലേ. ഒരു ഡയറി എങ്ങനെ എഴുതാം, എങ്ങനെ ഡയറിയിൽ ഫുൾ മാർക്ക് കിട്ടാം, അതിനുള്ള കുറച്ച് പൊടിക്കൈയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എടാ നമ്മുടെ ഹിന്ദിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ കഥാപാത്രങ്ങളും എന്താണ് അന്ന് രാത്രി പോയിട്ട് എന്തായാലും ഒരു ഡയറി എഴുതിയിരിക്കും അല്ലേ. അപ്പം ഡയറിയുടെ ഫോർമാറ്റ് എന്താ മിസ്സേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറിയുടെ ഫോർമാറ്റ് ഇതാണ് മക്കളെ. എന്താണ് ആദ്യം നമ്മൾ എന്താണ് ഒരു ബോക്സ് ഒക്കെ വരച്ച് സുന്ദരനാക്കി വെച്ചേക്കുക അല്ലേ നമ്മുടെ ഡയറിനെ. എന്നിട്ട് നിങ്ങൾ എന്താണ് എഴുതേണ്ടത്, ആദ്യം എഴുതേണ്ട സാധനം എന്ന് പറയുന്നത് ഡേറ്റ് ആണല്ലേ. ഒരു ഡേറ്റ് അങ്ങ് എഴുതിക്കോളെ. എന്താണ് ഡേറ്റ് എഴുതുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു സമയം എഴുതണം അല്ലേ. എത്ര മണിയായിട്ടുണ്ട്, 9 ബജെ 9 മണിയായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയം എഴുതി വെച്ചോളെ അല്ലേ. എന്താണ് ടൈം എഴുതണം. പിന്നെ നിങ്ങൾ എഴുതേണ്ട സാധനം എന്താണ്, ഏത് ദിവസമാണ് നമ്മൾ ഡയറി എഴുതുന്നത് എന്നുള്ളത് അല്ലേ. രവിവാറിനോ സോമവാറിനോ ശുക്രവാറിനോ നിങ്ങൾ ഇഷ്ടമുള്ളൊരു വാറ് അങ്ങ് അവിടെ എഴുതി വെച്ചോളെ അല്ലേ. എന്താണ് രവിവാറിനൊക്കെ എന്താണ് നമ്മൾ എഴുതേണ്ട സാധനം എന്താണ് ഡേ എന്താണ് എന്ന് എഴുതിക്കോളാം. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ എന്ത് തുടങ്ങേണ്ടത്, നമ്മൾ ഡയറി എഴുതി തുടങ്ങേണ്ടത് അല്ലേ. എങ്ങനെയാണ് മിസ്സേ എഴുതാൻ ചോദിച്ചാൽ മക്കളെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്താണ് ആജ് കാ ദിൻ മേ കേസേ ഭൂലും. എങ്ങനെയാണ് ആജ് കാ ദിൻ മേ കേസേ ഭൂലും എന്ന് പറയുന്നത് അല്ലേ. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മേന്ന് വെച്ചാൽ എന്താ ഞാൻ അല്ലേ. കേസേ ഭൂലും, ഭൂലും എന്ന് വെച്ചാൽ എന്താടാ മറക്കും അല്ലേ. എടാ ഒന്നുമില്ല, കഞ്ഞി കുടിച്ച കഥയാണെങ്കിലും കഞ്ഞി കുടിച്ചത് പോലും എനിക്ക് മറക്കാൻ വയ്യ എന്നുള്ളത് പോലെ നമ്മൾ ഡയറി എഴുതണം അല്ലേ. അപ്പൊ എന്താണ് മേ കേസേ ഭൂലും, എങ്ങനെ മറക്കും എന്നുള്ളതല്ലേ. അടുത്ത സെന്റൻസിൽ എന്താ എഴുതേണ്ടത് ചോദിച്ചാൽ എന്താ മക്കളെ എഴുതേണ്ടത്, ആജ് ദുഃഖ അല്ലെങ്കിൽ ഖുഷി കാ ദിൻ താ. നമ്മുടെ കഥാപാത്രത്തിന് ദുഃഖമാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതണം, ആജ് ദുഃഖ കാ, ഇന്ന് ഭയങ്കര സങ്കടമുള്ള ദിവസമായിരുന്നു എന്നുള്ളത് എഴുതാം അല്ലേ. ഇനി എന്താണ് നമ്മുടെ കഥാപാത്രത്തിന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ഖുഷി കാ ദിൻ താ എന്ന് എഴുതും അല്ലേ. അത് കഴിഞ്ഞിട്ട് മക്കൾ എന്ത് എഴുതാം, കുത്തിട്ടേച്ചേക്കുന്ന എന്താണ് ഇവിടെ ഒന്ന് എഴുതണ്ടേ മിസ്സേ എന്ന് ചോദിച്ചാൽ എഴുതണം മക്കളെ. എന്താ എഴുതേണ്ടത്, ആ ബോക്സ് ഉണ്ടാവല്ലോ, നമുക്ക് സൂചന എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്റ് തന്നേക്കും അല്ലേ. ആ ഹിന്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡയറിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കഥാപാത്രത്തിന് അന്നുണ്ടായിട്ടുള്ള എല്ലാ ഇമോഷൻസും നിങ്ങൾ എന്ത് എഴുതുക, കണ്ടൻസ് ആയിട്ട് എഴുതിക്കോളാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയാ മിസ്സേ ഒരു ഡയറി കൺക്ലൂഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇങ്ങനെയാണ്. നോക്കിക്കേടാ, യഹ് ഇത് മേരെ എൻ്റെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ താ. എൻ്റെ ജീവൻ എന്ന് വെച്ചാൽ എന്താ, ജീവനാണോ അല്ല അല്ലേ. എന്താണ് ജീവിതമാണ് അല്ലെ. എന്താണ് ജീവിതത്തിനാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് അല്ലേ. എൻ്റെ ജീവിതത്തിലെ ഏക്ക് അവിസ്മരണീയ ദിൻ. അവിസ്മരണീയ എന്ന് വെച്ചാൽ എന്താടാ, മറക്കാൻ പറ്റാത്ത. അവിസ്മരണീയ എന്ന് വെച്ചാൽ എന്താ, മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തും അല്ലേ. ഇതാണ് നമ്മുടെ സാധാരണ എന്ത് ഒരു ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് എന്ന് പറയുന്നത് ബോണസ് പോയിന്റ് ആണ്, മാർക്ക് ഒഴുകിയെത്താനുള്ള വഴിയാണ്. എടാ നോക്കിക്കേ, ഖുഷിയാണെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിന് ഖുഷിയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സെന്റൻസും കൂടി ചേർക്കാൻ പറ്റും. നോക്കിക്കേടാ, ആജ് മേരാ മൻ ബഹുത് ഭർ ഗയാ ഹേ. ഇന്ന് എൻ്റെ മൻ എന്ന് വെച്ചാൽ എന്താടാ മനസ്സ്, ബഹുത് ഭർ ഗയാ ഹേ ഭയങ്കരമായിട്ട് എന്താണ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അല്ലേ. നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഭയങ്കരമായിട്ട് എന്താണ് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഇത്തനി ഖുഷി എന്ന് വെച്ചാൽ എന്താ സന്തോഷമാണെന്ന് നമുക്കറിയാം അല്ലേ. ഇത്രയും സന്തോഷം ജിന്ദഗി എന്താടാ ജീവിതമാണ് അല്ലെ. എന്താണ് ജീവിതത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിന്ദഗി എന്ന് പറയുന്നത് അല്ലേ. ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹേ. പെഹലി ബാർ എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അല്ലേ. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം എന്താണ് ഫസ്റ്റ് ടൈം, പെഹലി ബാർ ആയാ ഹേ. ഈ ഒരു സാധനം നിങ്ങൾ സന്തോഷമുള്ള ദിവസത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് മക്കളെ എവിടെ നിന്നൊക്കെയോ ഒഴുകിയെത്താന്ന് പറയാൻ പറ്റില്ല, നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും നമ്മുടെ ഹിന്ദി മിസ്സുമാർ. നോക്കിക്കേടാം, ദുഃഖാണ്. ഇനി നമ്മുടെ കഥാപാത്രത്തിന് ദുഃഖാണ്, സീന് ദിവസമാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതൂടാ. നോക്കിക്കേ, ഓഹ് എക്സ്പ്രഷൻ അങ്ങ് വാരി വിതറണം അല്ലേ. നോക്കിക്കേടാ, ഓഹ് അയ്യോ, ആജ് കേസേ ദിൻ താ. ഇന്ന് എങ്ങനത്തെ ദിവസമായിരുന്നു. കേസേ ദിൻ താ എന്ന് വെച്ചാൽ എന്താ എങ്ങനത്തെ ഒരു ദിവസമായിരുന്നു, പച്ചപ്പൊളി ദിവസമായിരുന്നു അല്ലേ. നോക്കിക്കേടാ, അടുത്ത പോയിന്റ് എന്താണ്, ഇത്നാ ബുറാ ദിൻ. ഇത്രയും മോശമായിട്ടുള്ള അല്ലേ. ബുറ എന്ന് വെച്ചാൽ എന്താ മോശം അല്ലേ. ഇത്നാ ബുറാ ദിൻ, ഇത്രയും മോശമായിട്ടുള്ള ഒരു ദിവസം
ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹേ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സെൻറ്റൻസ് ആണ്. എന്താണ്? ജിന്ദഗി മേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞ മക്കളെ നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് ഹിന്ദിയിൽ ഡയറി എഴുതാൻ പറ്റും. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? മിസ്സേ, ഈ 8ാം ക്ലാസ്സിലെ ഹിന്ദി എക്സാമിന് ഏതൊക്കെ ഡയറി ആയിരിക്കും ചോദിക്കുക എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുവടാ. എന്താണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്? 4 ഡയറികളാണ്. നോക്കിക്കേ. ഷഹൻഷാ അക്ബർ കോ കോൻ സിക്കായേഗ എന്ന് പറയുന്ന പാഠത്ത് നിന്നും നമ്മുടെ അക്ബറിന്റെ ഡയറി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഒരുപാട് ഗുണപാഠങ്ങളൊക്കെ നമ്മുടെ അക്ബറിന് കിട്ടി. അക്ബർ അന്ന് രാത്രി പോയിട്ട് ഒരു ഡയറി എഴുതുന്നു. അത് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറി എന്ന് പറയുന്നത് എന്താണ്? പിതാക്ക പ്രായശ്ചിത്തിൽ നിന്നുമാണ്. പിതാക്ക പ്രായശ്ചിത്തിൽ നിന്ന് നമ്മുടെ അരുൺ ഗാന്ധി എന്ന് പറയുന്നത് എന്താണ്? അരുൺ ഗാന്ധിക്ക് ഭയങ്കര സങ്കടമായി. അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. അന്ന് രാത്രി അവൻ പോയിട്ടൊരു ഡയറി എഴുതുന്നു. ആ ഡയറി വരാനും സാധ്യത ഉണ്ട് അല്ലേ. അടുത്തത് ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്ര എന്ന് പറയുന്ന പാഠത്ത് നിന്നും നമ്മുടെ സപ്തം ഭൂമിയൊക്കെ ചുറ്റിക്കണ്ടു അല്ലേ. അപ്പൊ ആ ഭൂമി ചുറ്റിക്കണ്ട ആ ഒരു അനുഭവങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? ഒരു ഡയറി ആയിട്ട് എഴുതുന്നു. ആ ഡയറി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അല്ലേ. നോക്കിക്കേ, അടുത്തത് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരാൻ സാധ്യതയുള്ള ഒരു ഡയറിയാണ് സഫേദ് കൂട്ടിൽ നിന്നും അല്ലേ. നമ്മുടെ പയ്യന് വെള്ളശർക്കര കിട്ടിയോടാ? സഫേദ് കൂട്ട് കിട്ടിയോ? ഇല്ലല്ലേ. അവന് മൊത്തം സങ്കടമായി. അന്ന് രാത്രി അവൻ എന്ത് ചെയ്യുന്നു? ഒരു ഡയറി എഴുതുന്നു. ആ ഡയറി വരാനും സാധ്യത ഉണ്ടല്ലേ. അപ്പം 4 ഡയറികളും മക്കൾ നന്നായിട്ട് കോണ്ടന്റുകളൊക്കെ പഠിച്ചിട്ട് പോവുക. ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കുക. മിസ് തന്ന ബോണസ് പോയിന്റും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, ബൈ.